പാലക്കാട് ആ പെൺകുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയ സംഭവം, അതിൽ പിഴവുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന രീതിയിൽ വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ 24 പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന ആരോഗ്യ ഡയറക്ടർ നേരിട്ട് പരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന എടുക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഉൾപ്പെടെ കത്തും നൽകിയിട്ടുണ്ട്. ദീപക് തർമ്മടം കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നമ്മളെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒരു സംഭവമാണ് ഉണ്ടായത്. കാരണം ഇതിനകത്ത് ഒരു അവഗണനയോ അവജ്ഞയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണനയില്ലായ്മയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം കുട്ടി വേദനയായി ആശുപത്രിയിൽ എത്തുമ്പോഴും ഇത് സാധാരണ വീണാൽ ഇതൊക്കെ സാധാരണമാണെന്ന് പറഞ്ഞ കുട്ടിയെ പറഞ്ഞയക്കുകയായിരുന്നു. ഒരു ചെറിയൊരു കളിക്കിടയിൽ സംഭവിച്ച ഒരു പരിക്ക് ഒരു കുട്ടിയുടെ വലത് കൈ അപകരിച്ചെങ്കിൽ അത് അക്ഷന്തവ്യമായ അപരാധമാണ്. പറയൂ ദീപക്. SKN അതുതന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ കാര്യത്തിൽ ഇടപെട്ടൽ ഉണ്ടാകിയത്. ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രാഥമികമായ റിപ്പോർട്ടിൽ ചികിത്സാ പിഴവ് സംഭവിച്ചില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിനെ മുഖവിലക്കെടുക്കാതെ ഉന്നത തലത്തിലുള്ള ശാസ്ത്രീയമായ വിശദമായ പരിശോധന അത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഹെൽത്ത് ഡയറക്ടറുടെ നേതൃത്വത്തിൽ DHSന്റെ നേതൃത്വത്തിൽ തന്നെ, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കണം. അതിൽ ആരൊക്കെ എന്തൊക്കെ റോളുകൾ വഹിച്ചു, അതായത് ഇപ്പോൾ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ 3 ഓർത്തോപീഡിക് ഡോക്ടേഴ്സ്, അതായത് 3 എല്ലുരോഗ വിദഗ്ധർ ഈ കുട്ടിയെ ചികിത്സിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഇവരെല്ലാം തന്നെ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ടാണ് ചികിത്സ നടത്തിയത്. പക്ഷേ കുട്ടി വീണ സ്ഥലത്ത് പായലും പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഇൻഫെക്ഷൻ കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പ്രാഥമിക റിപ്പോർട്ട്. പക്ഷേ എന്നാൽ ഈ പ്രാഥമിക റിപ്പോർട്ടിനെ പൂർണ്ണമായും ആരോഗ്യമന്ത്രി മുഖവിലക്കെടുത്തില്ല. അതുകൊണ്ടാണ് DHSന്റെ നേതൃത്വത്തിൽ ഒരു ശാസ്ത്രീയമായ പരിശോധന നടത്തി വിശദമായ റിപ്പോർട്ട് വേണം, മാത്രവുമല്ല കർശന നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഉണ്ടായെങ്കിൽ, പ്രത്യേകിച്ചും ഒരു കുട്ടിക്ക് SKN പറഞ്ഞതുപോലെ ഇത്തരം ദാരുണമായ സംഭവം, വേദനാജനകമായ സംഭവം ഒരു ആശുപത്രിയിൽ സംഭവിച്ചുവെങ്കിൽ അത് വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ കർശനമായ നടപടി ഉണ്ടാകും എന്നാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അല്പം മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സംസാരിച്ചപ്പോൾ അവരും ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. എന്നാൽ പ്രാഥമിക റിപ്പോർട്ട് ഇങ്ങനെയാണ്. ആ റിപ്പോർട്ട് വിശ്വാസത്തിലെടുക്കാതെ വിശദമായ പരിശോധനയ്ക്കാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.